ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്, വെറൈറ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ 6 മണിക്ക് എന്ത് റെസിപ്പി എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ, ഇന്നത്തെ നമ്മുടെ പൊറോട്ട മേക്കിംഗ് വീഡിയോ ആണ്. കടകളിലേക്ക് ഓർഡർ അനുസരിച്ചും ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പൊറോട്ട മേക്കിംഗ് രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് വെറൈറ്റി ആയില്ലേ? അപ്പോൾ ഞാൻ എന്നും റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബോറടിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കി മാറ്റി പിടിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും വിവരങ്ങൾക്കും എല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മൾ പൊറോട്ട ചുടുന്ന കല്ല്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്ന. അപ്പോൾ അതുകൊണ്ട് വലിയ കല്ല്, വലിയ ഡെസ്ക്, ഇവിടെയാണ് നമ്മൾ പൊറോട്ട അടിക്കാൻ പോകുന്നത്. മാവ് കുഴച്ച് നല്ല എണ്ണമയുണ്ട്. മാവ് കുഴച്ച് അത് പരത്തി എടുത്ത് ചുട്ടെടുക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ. അപ്പോൾ ഇതാണ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനിയും പരിപാടിയിലേക്ക് കിടക്കാം. ഇനിയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പും അതേപോലെ ഹൈലൈറ്റ് സ്റ്റെപ്പും. അപ്പോൾ ഈ ഒരു മാവ് കുഴയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള മൈദാ മാവ്, ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരെല്ലാം നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് സോഡാപ്പൊടി, വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ടാണ് ഇവർ കുഴയ്ക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പൊറോട്ടയാണെങ്കിൽ ചിലവർ മുട്ട, പഞ്ചസാര ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ചെയ്യുന്നൊരു മെത്തേഡ് കൊണ്ട് പെട്ടെന്ന് മാവ് പുളിക്കുകയും പിന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഈ ഒരു സോഡാപ്പൊടി ഇട്ടിട്ടുള്ളൊരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ സോഡാപ്പൊടി ചേർക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കടയിലൊക്കെ പൊറോട്ട മാവ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു കുഴയിലാണ്, അതായത് ഈ മാവ് കുഴച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഈ മാവ് കറക്റ്റായിട്ട് കുഴച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ മാവ് നന്നായിട്ട് അയച്ചെടുക്കണം, അതായത് നന്നായിട്ട് കുഴച്ച് ഒരു പരുവത്തിൽ ലൂസാക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് അത്യാവശ്യം നല്ല കുഴച്ച് ലൂസാക്കി നല്ല അടിപൊളിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഇവരുടെ ഓയിലെന്ന് വെച്ചാൽ ഡാൽഡയും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഓയിലാണ്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാവിനെ റെസ്റ്റൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെ ബോൾ പിടിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ അയച്ചു വെച്ചിരുന്ന മാവ് ഇതേപോലെ ഓരോ ബോളുകളാക്കി നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ഈ ഒരു ബോൾ പിടുത്തം കഴിഞ്ഞിട്ട് ഈ ഒരു ബോളിനെയും നമ്മൾ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വീണ്ടും വെക്കും. എന്നാലേ മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടൂ, എന്നാലേ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊറോട്ട ഉണ്ടാക്കുന്നതുണ്ടോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ്. നമ്മുടെ ടൈം പോകുന്നതേ അറിയത്തില്ല. അതേപോലെ രസമാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ നോക്കിയിരുന്നു പോകും. അപ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള ആ ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇതിലാണ് പൊറോട്ട നമ്മളിനി ചുട്ടെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം വലിയൊരു സ്റ്റൗവും കാര്യങ്ങളൊക്കെയാണ്, ഗ്യാസ് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പായ പൊറോട്ട വീശിയെടുക്കാം. അതായത് ഇങ്ങനെ ഒരു ബോൾ പിടിച്ച് ആ ഒരു ബോൾ എടുത്ത് ഇതേപോലെ തന്നെ അടിച്ച് പരത്തി വീശിയെടുക്കും. അങ്ങനെ നമ്മൾ ഈ വീശിയെടുത്ത ബോളിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഓരോ
ലെയറായിട്ട് അതിനെ ചുറ്റിയെടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു പൊറോട്ടയുടെ ലെയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പൊറോട്ടയുടെ ലെയർ എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഉടലെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ബോളും ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുക്കും. അപ്പം ഈ ഒരു പൊറോട്ടയ്ക്ക് ഒരുപാട് വേർഷനുണ്ട്, ഒരുപാട് തരത്തിൽ പൊറോട്ട ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ പൊറോട്ടയിൽ തന്നെ പല പല കലാരൂപങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്. അപ്പോൾ അതിലൊന്നൊന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊറോട്ടയെ നമുക്ക് കൊത്തു പൊറോട്ട ആക്കാം, വീശ് പൊറോട്ട ആക്കാം, മടക്ക് പൊറോട്ട ആക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു സാധനത്തെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പൊറോട്ട ഇത്ര സിമ്പിളാണെന്ന് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നല്ല സിമ്പിളാണ്. പക്ഷേ ഇതിലൊരു കഴിവും വേണം, ഒരു കലയും വേണം. എന്നാലേ ഇത്ര ഭംഗിയായിട്ട് നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്കും ട്രൈ ചെയ്യാം, നമുക്കറിയാവുന്ന രീതിയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചുറ്റിയെടുത്ത ലെയർ പിന്നെ നന്നായിട്ടൊന്ന് പരത്തി അടിച്ച് നമ്മൾ ചുടാനിടുകയാണ്. അങ്ങനെ നല്ല ചൂടായി കിടക്കുന്ന കല്ലിൻ്റെ മുകളിലേക്ക് നമ്മുടെ അടിച്ച് പരത്തിയ പൊറോട്ട ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ബാക്കി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്പ്. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പും അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പും. അപ്പോൾ ഇതേപോലുള്ള ചുട്ടെടുത്ത പൊറോട്ട ഒരു 3-4 വെച്ചിട്ട് ഇതേപോലെ അടിച്ച് പരത്തി പറക്കിയെടുക്കുക. പൊറോട്ട മേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് സ്പെഷ്യൽ ഐറ്റംസും കൂടി ഉണ്ടാക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൊറോട്ട സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കൊത്ത് പൊറോട്ട ആണ്. വെജ് കൊത്ത് പൊറോട്ട ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ക്യാപ്സിക്കം, ക്യാബേജ് പിന്നെ ഒരു ക്യാരറ്റും കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ മസാല എങ്കിൽ ചിക്കൻ മസാല, മാഗി മസാല എങ്കിൽ മാഗി മസാല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൊറോട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട ഇതിൽ നേരിട്ട് കൊത്തിപ്പറക്കിയെടുക്കാം, പക്ഷേ അതിലൊന്നും കൂടെ എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഒരു ചട്ടുകവും ഒരു കത്തിയും വെച്ചിട്ടൊന്ന് കുത്തിപ്പറിച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കൊത്തു പൊറോട്ട ഈസ് റെഡി. ഫ്രണ്ട്സ്, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കൊത്തു പൊറോട്ട, വെജ് കൊത്തു പൊറോട്ട. അപ്പോൾ ഇത് നമുക്കിനി ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പൊറോട്ട മേക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി പൊറോട്ട നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊത്തു പൊറോട്ട നമുക്ക് സ്പെഷ്യൽ ഐറ്റം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മൾ കൊത്തു പൊറോട്ട ഇങ്ങനെ എടുത്ത് സൂപ്പർ, കൊള്ളാം. ഞാൻ മാത്രം എല്ലാ വീഡിയോയ്ക്കകത്തും തിന്നാം.
ടേസ്റ്റ് പറയാം. ഒരാളും വരുന്നത്. നമ്മുടെ പൊറോട്ട മേക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് പൊറോട്ട മേക്ക് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും അത് കൊടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഞാൻ എവിടെയാണോ നിന്നത് അവിടെ തന്നെ തിരിച്ചെത്തിയേക്കാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വശത്തിലുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.